രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധമാണ് രാവിലെ മുതലുണ്ടായത്. കേരളത്തിൽ ഭരണകൂട ഭീകരതയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചത്. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീകരവാദിയല്ലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. പിണറായി ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട, കേസിലെ ഒന്നാം പ്രതിയായ തന്നെ അറസ്റ്റ് ചെയ്യൂ എന്നും വി.ഡി. സതീശൻ വെല്ലുവിളിച്ചു. ഈ കേസിൽ ഒന്നാം പ്രതിയാണല്ലോ, ഒന്നാം പ്രതിയാണല്ലോ ഈ കേസ്. അറസ്റ്റ് ചെയ്യട്ടെ, വരട്ടെ, നമുക്ക് കാണാൻ. ആരെയാണ് ഞാൻ പേടിപ്പിക്കുന്നത്? ഇയാൾ ഈ പോലീസും സംവിധാനവും ഇതെല്ലാം ഉണ്ടെന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉപജാപക സംഘമാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പോലീസ് രാജിന്റെ ഉദാഹരണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞിട്ട് അതിരാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം. ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത്. പിണറായിയുടെ ഉത്തരവ് കേട്ടാൽ ഉടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സേമാന്മാരോട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനായാട്ടുകൾ കണ്ടതാണ്. പക്ഷെ ഇതെല്ലാത്തിന്റെയും സീമകൾ ലംഘിക്കുന്ന രീതിയിലായി പോയി. അറസ്റ്റ് രാഷ്ട്രീയ പ്രതികാരമെന്ന UDF കൺവീനർ MM ഹസൻ. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കണ്ട എന്നും ഹസൻ പ്രതികരിച്ചു. ഇത് രാഷ്ട്രീയ പ്രതികാരമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ഈ പ്രവർത്തനങ്ങളിലൂടെ പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ പോലീസും വരണ്ട, പിണറായിയും വരണ്ട. രാഹുലിന്റെ അറസ്റ്റ് പ്രതിഷേധാർഹമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആരോപിച്ചു. പിണറായി സർക്കാരിന്റെ കിരാത നടപടികളുടെ ഭാഗമാണ് അറസ്റ്റെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. പുലർച്ചെ വീട് വളഞ്ഞാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന് അമ്മ പ്രതികരിച്ചു. ഭീകരവാദിയെപ്പോലെ അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റമൊന്നും മകൻ ചെയ്തിട്ടില്ലെന്നും അമ്മ ബീന പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.